നമ്മളെല്ലാവരും ഇബാദത്തെടുക്കുന്നവരാണ്, ആരാധന നിർവഹിക്കുന്നവരാണ്. ആരാധനയിൽ മിതത്വം പാലിക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. ആരാധനയിൽ മാത്രമല്ല, മനുഷ്യൻ്റെ എല്ലാ മേഖലയിലും മിതത്വം പാലിക്കുന്നവരാവണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരുടെ അടുക്കലേക്ക് 3 സ്വഹാബികൾ കടന്നു വരികയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇബാദത്തിനെ അതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വഹാബാക്കൾ പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന അമലുകളേക്കാൾ കുറവായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബാദത്ത് എടുക്കുന്നത്. അതിലൊരു സഹാബി പറഞ്ഞു, ഞാൻ രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നവനാണ്. മറ്റൊരു സഹാബി പറഞ്ഞു, ഞാൻ പകൽ മുഴുവനും നോമ്പെടുക്കുന്ന ആളാണ്. മൂന്നാമത്തെ ആൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയുമായിട്ടുള്ള എല്ലാ ബന്ധവും വെടിഞ്ഞുകൊട്ടാണ് ഇബാദത്ത് എടുക്കുന്നത് എന്ന് സ്വഹാബാക്കൾ പറയുകയും ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, രാത്രികളെ 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അള്ളാഹു ഇബാദത്ത് എടുക്കുവാനും, മറ്റൊന്ന് ഭാര്യമാരുമായി ചെലവഴിക്കുവാനും, മൂന്നാമത്തത് നമസ്കരിക്കുവാൻ വേണ്ടിയിട്ടും. അള്ളാഹു എന്നോട് കൽപ്പിച്ച പ്രകാരം മാത്രമേ ഞാൻ റമളാനിൽ നോമ്പ് അനുഷ്ഠിക്കാറുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകയാൽ കൃത്യമായി ഇബാദത്ത് എടുക്കുവാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.